കുമ്മനം, ഈ രോഹിത് വെമുല കേസിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് തെലങ്കാന സർക്കാർ. കേസ് അവസാനിപ്പിച്ചിട്ടുള്ള പോലീസ് റിപ്പോർട്ടും തെലങ്കാന സർക്കാർ തള്ളിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ തന്നെ എന്തൊക്കെ ഒരു ഉദ്ദേശമുണ്ട് സർക്കാരിനെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? മറ്റൊരു വലിയ നുണപ്രചരണം കൂടി ഇപ്പോൾ പൊളിയാണ്. അന്ന് രോഹിത് വെമുലയുടെ പേര് പറഞ്ഞ് ഈ ഭാരതത്തിലുടനീളം പലയിടത്തും വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും സംഘടിപ്പിച്ച ഇടതുപക്ഷവും അതുപോലെ തന്നെ പല തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഈ കള്ളി വെളിച്ചത്താകുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഈ ഗവൺമെന്റിനെ സ്വാധീനിച്ച് മറ്റു പല മാർഗങ്ങളും തേടുകയാണ്. അപ്പോൾ അവർ സ്വീകരിച്ച നിലപാടുകളെല്ലാം തെറ്റാണ് എന്നിപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ ഈ പല വിഷയങ്ങളും ഇതുപോലെ തെറ്റായി ജനങ്ങളെ ധരിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. രോഹിത് വെമുലയുടെ വിഷയം ഈ ഭാരതത്തിലുടനീളം കത്തിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയും തങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ആ വിഷയത്തെ വളച്ചൊടിക്കുകയും ഒക്കെ ചെയ്തവരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ. പ്രത്യേകിച്ച് അന്ന് കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് സംഘടനകൾ എസ്എഫ്ഐയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ ഒക്കെ വലിയ വലിയ പ്രചരണങ്ങളും സത്യാഗ്രഹങ്ങളും സമരങ്ങളും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോഴാണ് കള്ളി വെളിച്ചത്തായത്. കള്ളി വെളിച്ചത്താകുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അടിസ്ഥാനരഹിതമായിരുന്നു തങ്ങളുടെ നിലപാടുകൾ എന്നെല്ലാം തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഇപ്പോഴുള്ള കോൺഗ്രസ് ഗവൺമെന്റിനെ സ്വാധീനിച്ച് വീണ്ടും ഒരു അന്വേഷണം നടത്തി തങ്ങൾക്ക് പറ്റിയ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഇത്തരത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ പൊതുജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ തെറ്റായ കീഴ്വഴക്കത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഗവൺമെന്റ് ചെയ്യുന്നത് തെറ്റാണ്. റിപ്പോർട്ട് എന്താണ് എന്നുള്ളത് പരസ്യപ്പെടുത്തണം. ജനങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് അത് പരസ്യപ്പെടുത്താൻ സർക്കാർ തയ്യാറാവേണ്ടതാണ്. എന്തായാലും ഈ രാജ്യത്ത് നാഴിക 40 വട്ടം ദളിതരുടെ ഉന്നമനം എന്ന് പറയുന്ന കോൺഗ്രസ് ആണ് ഇതിന് പിന്നിൽ. ഈ രാജ്യത്തെ തന്നെ ഒരു അരാജകത്വം സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ വിഭജിക്കാനും ഒക്കെ തന്നെ ഈ രോഹിത് വെമുലയുടെ വിഷയം എടുത്തു കാട്ടിയതും. അതെ, ഈ പല വിഷയങ്ങളും ഇതുപോലെ തന്നെയാണ്. ഒന്ന്, കേന്ദ്ര സർക്കാരിനെ ചെളിവാരി എറിയ, കരുതച്ച് കാണിക്കുക, അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ വിഷയങ്ങളെ വളച്ചൊടിക്കുക. അവരുടെ ലക്ഷ്യം ആളിന് സാമൂഹ്യ നീതി കിട്ടണമെന്നുള്ളതല്ല, രോഹിത് വെമുലയ്ക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിന് എന്തെങ്കിലും നീതി കിട്ടണം എന്നുള്ളതല്ല. ആ വിഷയത്തെ അന്നത്തെ കേന്ദ്ര സർക്കാരിനെതിരെ തിരിച്ചുവിട്ട് ജനരോഷം ഉയർത്തി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇവിടെ പല വിഷയങ്ങളും ഇതുപോലെ തന്നെയാണ്. ദളിത് എന്ന് പറഞ്ഞ് വാസ്തവത്തിൽ ഇപ്പോൾ രോഹിത് വെമുല വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് ദളിതാണ് എന്ന് വരുത്തി തീർത്ത് പല ആനുകൂല്യങ്ങൾ തീർച്ചിട്ടുണ്ട്. ഇതെല്ലാം ദളിത് സമൂഹത്തിന്റെ നേരെയുള്ള വെല്ലുവിളിയാണ്. യഥാർത്ഥത്തിൽ അവശത അനുഭവിക്കുന്ന സാമൂഹ്യപരമായ പിന്നോക്കാവസ്ഥയിൽ പലതും നഷ്ടപ്പെട്ട് ജീവിക്കുന്ന അധസ്ഥിതരായിട്ടുള്ള ജനവിഭാഗങ്ങൾ കിട്ടേണ്ടത് ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റുകളും മറ്റും നേടിയെടുത്ത് ഒരു പ്രച്ഛന്ന വേഷധാരികളായി ദളിത് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന വലിയൊരു സെറ്റ് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ്, തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലൂടെ സംഭവിക്കുന്നത്. പക്ഷെ അതുണ്ടാകരുതെന്നാണ് ഇപ്പോഴത്തെ തെലങ്കാന സർക്കാർ ആഗ്രഹിക്കുന്നത്, കോൺഗ്രസ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ഇത് വാസ്തവത്തിൽ ഒരു നീതിയുക്തമായ ഒരു മൂല്യാധിഷ്ഠിത രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒട്ടും നിരക്കുന്നതല്ല. ശരി, വളരെ നന്ദി ശ്രീ കുമ്മനം. ആശയം പ്രതികരിച്ചതിലേക്ക്